ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ്. വേറെ ഒന്നുമല്ല, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാത്തൂന് പുതിയ വീട് പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ വീടൊന്ന് കാണണം, ആ ഒരു ഉദ്ദേശത്തോടെ പോയതാണ്. അപ്പോൾ നാത്തൂൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പാടങ്ങളും തോടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ അത് കാണാനെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാടമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. പാടവും തോടുമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് നേരം ഞങ്ങളിവിടെ നിന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ഈ കൊറോണയൊക്കെ കാരണം കുട്ടികളൊക്കെ വീട്ടിലിരുന്ന് മുഷിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷമായി. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഞങ്ങൾ ഈ പാടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് ഇതാ കണ്ടില്ല, എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. അവർ ആ തോടും അതിലുള്ള മീനുകളെയൊക്കെ കണ്ടിട്ട് നല്ല ഹാപ്പിയാണ്. മീൻ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് മഴ ഇടയ്ക്ക് പെയ്യുന്നത് കൊണ്ട് പാടത്തും തോട്ടിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ടൊന്ന് പുറത്തിറങ്ങുന്നത്. അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളോട്. പക്ഷെ അവരുണ്ടോ അത് കേൾക്കുന്നത്? അവർ വെള്ളം കണ്ട പാടെ എല്ലാവരും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടിയപ്പോൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ആകെ ഇരുട്ട് മൂടിയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പരിപാടികളൊക്കെ കഴിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളിതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ മഴ വരുന്നത് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. പിന്നെ ഫോട്ടോ എടുക്കലൊന്നും അവിടെ കഴിഞ്ഞിട്ടില്ല. അവർ ഫോട്ടോ എടുത്ത് നിൽക്കുന്നുണ്ട്, കുറേ പേര് മടങ്ങി പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലേക്കാണ് മടങ്ങി പോകുന്നത്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, മാനൊക്കെ നല്ല ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട്, നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി നാത്തൂന് പുതിയ വീട് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വീടൊന്ന് കാണട്ടെ എന്ന് കരുതിയിട്ട് പോവുകയാണ്. അത് നാത്തൂന് ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ഞാനും മോളും സ്കൂട്ടിയിലാണ് പോന്നിട്ടുണ്ടായിരുന്നത്, അവരൊക്കെ കാറിലും. പിന്നെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും കുട്ടികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, അവരൊക്കെ നടന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടൊന്ന് കാണുക, വീട്ടിലേക്ക് തിരിച്ചു പോവുക. അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും മഴയൊക്കെ ചെറുതായിട്ടൊന്ന് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു പോകണം, കാരണം ഞാനും മോളും സ്കൂട്ടിയിലാണ്. അപ്പോൾ വീടൊന്ന് കാണട്ടെ. അപ്പോൾ മഴയൊക്കെ കാരണം ഉള്ളിലേക്കൊക്കെ നല്ല ഇരുട്ടായിരുന്നു, നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇനി മുകൾ ഭാഗത്ത് ഒന്ന് കാണിച്ചു തരാം. താഴെയൊന്നും എടുക്കാൻ പറ്റുന്നില്ല, കാരണം നല്ല ഇരുട്ടാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ എല്ലാ ഭാഗവും കാണും കേട്ടോ, എല്ലാ സൈഡും എല്ലാ ഭാഗത്തു നിന്നും ബാൽക്കണിയാണ്. അപ്പോൾ ഇതാ ഇതൊരു ബാൽക്കണിയാണ്. ഇതിൽ നിന്ന് നോക്കിയാൽ തന്നെ വീടിൻ്റെ എല്ലാ സൈഡുകളും കാണും. അതുപോലെ തന്നെ ഹാളിൽ നിന്നും ഒരു ബാൽക്കണി ഉണ്ട്. ഹാളിൽ നിന്ന് 2 ഉണ്ട് കേട്ടോ. അതുപോലെ 2 ബാൽക്കണി ഉണ്ട്. അത് വീടിൻ്റെ മൊത്ത സൈഡും ഇതുപോലെ ഇങ്ങനെ കാണും. നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യണ്ട്. ഇതിൻ്റെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിയട്ടെ, എന്നിട്ട് ഇതിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വണ്ടികളൊക്കെ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ കാരണം വണ്ടിയൊക്കെ നനയാണ്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ പോവുകയാണ്. അപ്പോൾ ഇനി പോകുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം നല്ല മഴ പെയ്തു. അപ്പോൾ മഴ നല്ല കനത്ത് പെയ്യുമ്പോഴേക്കും വീട്ടിലെത്തണം എന്നൊരു ഉദ്ദേശത്തോടെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങളെ കാണിക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള വ്ളോഗ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.